വെൽക്കം ടു ഷാസ് പ്രോപ്പർട്ടീസ്. ഇന്നത്തെ നമ്മുടെ ഹോം ടൂർ എൻ്റെ പുറകിൽ കാണുന്ന ഈ മനോഹരമായ 3 BHK വീടാണ്. വീടിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം അകത്തേക്ക് കടക്കാം. ഈ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഈ വീടിന് 2 ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് 3 പില്ലേഴ്സ് നൽകിയിട്ടുണ്ട്. ഇത് കാർ പോർച്ചിലേക്കുള്ള ഗേറ്റ് ആണ്. ഇതാണ് മെയിൻ ഗേറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് കാർ പോർച്ചിന്റെ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഒരു 4 വീലറിനും 2 വീലറിനും ഉൾപ്പെടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ പാർക്കിംഗ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 3 സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പില്ലർ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഇരിക്കാൻ പാകത്തിനുള്ള ഒരു സിറ്റിംഗ് ഏരിയ നൽകിയിരിക്കുന്നത്. ഇത് ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് വീടിൻ്റെ ഈ ഓപ്പണിംഗ് വരുന്നത്. ടീക്ക് വുഡിൽ ചെയ്തിട്ടുള്ള ഡബിൾ ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിനകത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയ ആണ്. ഈ ലിവിങ് ഏരിയ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടുള്ള സ്പേസ്, സാധാരണ എല്ലാവരും സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള സ്പേസ് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ അവരതൊരു TV യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാകത്തിനുള്ള രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു കോർണർ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയിൽ 2 സൈഡിലായിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ലിവിങ് ഏരിയ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നല്ല വാം ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അതൊരു ലക്ഷറി ഫീൽ തരുന്ന രീതിക്കാണ് വാം ലൈറ്റുകൾ നൽകിയിരിക്കുന്നത്. അതും വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പെയിൻറ്റിന് വളരെ മാച്ചിങ് ആയിട്ടുള്ളതുമാണ്. ലൈറ്റ് തീമായിട്ടുള്ള ഈ വീടിൻ്റെ പെയിൻറ്റിങ്ങിന് വളരെ മാച്ചിങ് ആവുന്ന രീതിക്ക് തന്നെയാണ് ടൈലുകളും അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ 10x12 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ബെഡ്റൂമും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ 2 സൈഡിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. 2 സൈഡിൽ 2 വിൻഡോസും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം അകത്തേക്ക് കടക്കുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വാഷ്റൂം കൂടി നൽകിയിട്ടുണ്ട്. വളരെ എലഗന്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് വാഷ്റൂമിന്റെ വാൾ ടൈലും ഇവിടുത്തെ ആക്സസറീസും അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിനും ബെഡ്റൂമിനും ശേഷം നമ്മൾ നേരെ വരുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഡൈനിങ് ഏരിയയും ഇവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണർ ലൈറ്റ് ഇതുപോലെ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ വാൾ ടൈൽ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടൊരു നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് കൂടി കാണാൻ പറ്റും. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയുള്ള കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. കിച്ചന്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റിന്റെ L ഷേപ്പിലുള്ള ഒരു കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ താഴെയായിട്ടൊരു ലോവർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. കോർണർ ഷെൽഫും നൽകിയിട്ടുണ്ട്. കിച്ചന്റെ എക്സിറ്റ് ഡോർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഓപ്പൺ വെല്ല് കാണാം. ഇനി നമുക്ക് വീടിന്റെ മുകളിലത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് വീടിന്റെ അപ്പർ ലിവിങ് ഏരിയ. ഈ ഏരിയ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത് ഈ സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുള്ള ഈ കർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. സ്റ്റീൽ പൈപ്സിലാണ് ഇതിന്റെ ഹാൻഡ് റെയിൽ എല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ടൊരു കോർണർ ഷെൽഫ് കാണാം. ലിവിങ്ങിന്റെ 2 സൈഡിലായിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിലെ ബെഡ്റൂമിന്റെ പോലെ തന്നെ സെയിം സൈസിലാണ് മുകളിലത്തെ നിലയിലെ ഈ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമും അവർ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് മുകളിലും ഇവിടെ ആയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ വാൾ ടൈലുകൾ കൊണ്ടാണ് ഈ അറ്റാച്ച്ഡ് വാഷ്റൂം അവർ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമായ മാസ്റ്റർ ബെഡ്റൂമാണ് ഇനി കാണാൻ പോകുന്നത്.
വിശാലമായ ഈ ബെഡ്റൂമിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കബോർഡ് ഈ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കാണാം. ഡ്രസ്സിംഗ് യൂണിറ്റിന് കൊടുത്തിട്ടുള്ള കളേഴ്സും ഇതും ഭയങ്കര മാച്ചിങ് ആവുന്ന, പെയിന്റിന് ഭയങ്കര മാച്ചിങ് ആവുന്ന തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലായിട്ട് വിൻഡോസും ഉണ്ട്. ഫ്ലോറൽ ഡിസൈനിലുള്ള വോൾട്ടൈലാണ് ഈ അറ്റാച്ച്ഡ് വാഷ്റൂമിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ടെറസിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് ഈ കാണുന്നത്. താഴത്തെ ഉള്ള പോലെ തന്നെ ഗ്രാനൈറ്റിന്റെ ഒരു സിറ്റിംഗ് ഏരിയ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറും അവർ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു 1000 ലിറ്റേഴ്സിന്റെ വാട്ടർ ടാങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.